നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണ അത്ലറ്റിക്കോ ഡി മാഡ്രിഡിനോട് പരാജയപ്പെട്ടതിന് പിന്നാലെ ഹൻസി ഫ്ലിക്ക് വളരെ വലിയ കലിപ്പിലാണ് താരങ്ങളോട് ഇന്ന് സംസാരിച്ചത് എന്ന തരത്തിലുള്ള വാർത്ത പുറത്തേക്ക് വരുന്നു. ഇത് നമുക്ക് വിശ്വാസയോഗ്യമായ സോഴ്സുകളിൽ നിന്നാണ്. ദി അത്ലറ്റിക്, സ്പോർട്ട് തുടങ്ങിയ മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നു, ഫ്ലിക്ക് തൻ്റെ ടീമിനോട് ഒരു സ്പീച്ച് ഡെലിവർ ചെയ്തു. അതിലധികം താരങ്ങളുടെ മൈൻഡ് സെറ്റ്, അവരുടെ ലെവൽ ഓഫ് ഷാർപ്പ്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുകയുണ്ട്. എസ്പെഷ്യലി അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള ആദ്യ പകുതിയെക്കുറിച്ച് അദ്ദേഹം വളരെ ദേഷ്യത്തിലാണ് സംസാരിച്ചതെന്ന് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഫ്ലിക്ക് ഇത്ര ദേഷ്യത്തിൽ ഒരിക്കൽ പോലും താരങ്ങളോട് പെരുമാറിയിട്ടില്ല. ആ ഹാഫ് ടൈമിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അല്ല, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണ് കളിക്കുന്നതെങ്കിൽ യു ഡിസേർവ് ടു ബി ലൂസിങ് ബൈ 7 goals. 7 ഗോളുകൾക്ക് നിങ്ങൾ പരാജയപ്പെടും, അതിന് നിങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് താരങ്ങളോട് അദ്ദേഹം കലിപ്പിൽ സംസാരിക്കുകയുണ്ടായി എന്നാണ് റിപ്പോർട്ട്. കൂടാതെ ഹൻസി ഫ്ലിക്ക് കളിക്ക് ശേഷം പറഞ്ഞത്, താരങ്ങളോട് കളി കഴിഞ്ഞിട്ട് പക്ഷെ അദ്ദേഹം കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഇനിയിപ്പോൾ 90 മിനിറ്റ് നമുക്ക് ഉണ്ട് രണ്ടാം പാദത്തിൽ, നമ്മുടെ ഹോമിലാണ് ആ കളി, നമ്മുടെ ഫാൻസ് അവിടെ ഉണ്ടാവും, അവിടെ നമുക്കത് ചെയ്യാൻ പറ്റണം. താരങ്ങളെ ഇത് വലിയ രൂപത്തിൽ മോട്ടിവേറ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. വി ആർ ബെറ്റർ ദാൻ ദം, വി ആർ ഗോയിങ് ടു പ്രൂവ് ഇറ്റ് എന്ന് അദ്ദേഹം താരങ്ങളോട് പറഞ്ഞു. ഏതായാലും അതിനി കളിക്കളത്തിൽ എങ്ങനെ സംഭവിക്കുന്നുള്ളത് കാണണം. ഹൻസി ഫ്ലിക്ക് നടത്തുന്ന ആ ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ചില താരങ്ങൾക്ക് ഒരല്പം കൺസേൺ ഉണ്ട്. അത് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് താരങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഹൈ ഡിഫൻസീവ് ലൈന് എല്ലാ മത്സരങ്ങൾക്കും സൂട്ടബിൾ അല്ല. ചില വമ്പൻ ടീമുകൾക്കെതിരെ അത് കളിക്കുന്നത് ആത്മഹത്യാപരമാണ് എന്ന് വിശ്വസിക്കുന്ന ചില താരങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റൈല് പൂർണ്ണമായിട്ടും അബാൻഡൻ ചെയ്യണമെന്നല്ല, പക്ഷേ ചില മത്സരങ്ങളിൽ, ബിഗ് മാച്ചുകളിൽ ചെറിയ അഡാപ്റ്റേഷൻ നടത്തേണ്ടതുണ്ട് എന്നാണ് താരങ്ങളുടെ ആവശ്യം. ചില പ്ലെയേഴ്സ് പറയുന്നത്, റാഫിഞ്ഞയും പെഡ്രിയൊന്നും ഇല്ലെങ്കിൽ ഇത്തരത്തിൽ കളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്നാണ്. ദി അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ടിലാണ് ഈ കാര്യം എടുത്തു പറയുന്നത്. എന്തായാലും ഫ്ലിക്കിനി താരങ്ങളുടെ ഈ ഒരു കൺസേൺ പരിഗണിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. അദ്ദേഹം സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ തന്നെയാണ് ടീമിനെ ഒരുക്കി ഇറക്കാറുള്ളത്. ഈ ഒരു കളി തോറ്റു എന്നുള്ളത് കൊണ്ട് മാത്രം ബാഴ്സയ്ക്ക് ഈ സീസൺ മോശമാണ് എന്നല്ല. എന്നാൽ പോലും ഇതൊരു ഷോക്കായിരുന്നു 4-0 തോൽവി. ബാഴ്സ രണ്ടാം പാദത്തിൽ സ്വന്തം മൈതാനത്ത് സ്വന്തം ആരാധകരുടെ പിൻബലത്തിൽ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള ബാഴ്സ പ്രേമികൾ. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.